കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആണ്. പക്ഷേ നമുക്ക് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ റിവ്യൂ ചെയ്താലേ മൾട്ടിപ്പിൾ റിഗ്രഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. സോ വാട്ട് ഈസ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ? ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? There is some independent variable x, it is named as regressor, and another response variable or dependent variable that is denoted as y, and y can be written as y is equal to b naught plus b1 x plus epsilon. Epsilon is the error tag. Okay, നമ്മൾ പല ഫിഗറുകളും ഇതേപോലുള്ള ഫിഗറുകളും നമുക്ക് കാണാം അല്ലേ? What is the speciality of this graph? This dots, there are some dots. The dot is actually representing some xi, yi value observations, and there is a line through that plot. There is a line, linear. So that is why we are calling it as linear regression. There is a line going through the middle part of that cluster, and we can predict the future values. For example, in this figure you can see for the value of 10 in the x-axis, if we take 10, in the y-axis we can see it will be around 6. The value will be around 6. The observations are around 6 y observations. So if we consider value 40, the observations are around 10. So we can predict what will be the value of y for the value of x equal to 80. അപ്പോൾ നമുക്ക് predict ചെയ്യാൻ പറ്റും. So that is the advantage of linear regression. This is another plot. The representation yi equal to b naught plus b1 xi plus epsilon. Notation മാറുന്നുണ്ടെന്നേ ഉള്ളൂ. So similar approach same ആണ്. So there is another. This is both linear and curve regression. Linear and curve regression. രണ്ട് ലൈൻ ഉണ്ട്. ഒരു കർവ് ഉണ്ട്, ഒരു ലീനിയർ ലൈൻ ഉണ്ട്. ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏതാണ് നമുക്ക് കൂടുതൽ നല്ലത് അത് നമുക്ക് ഉപയോഗിക്കാം. This is another example of simple linear regression. So to analyze such data, xy data, we have to consider a model, and we have to, in order to predict the future values, we should know the value of beta naught, the value of beta 1, and epsilon will be error. Okay, അപ്പോൾ നമുക്ക് predict ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? ബീറ്റ നോട്ടും ബീറ്റ 1 എന്താണെന്ന് അറിയണം. ഇനി നമ്മളൊരു ഇതേപോലെ ഒരു ഡാറ്റ കൺസിഡർ ചെയ്യുമ്പോൾ യു നോ ദാറ്റ് ബീറ്റ നോട്ട് ഈസ് ആക്ച്വലി ഇന്റർസെപ്റ്റ്, ബട്ട് ബീറ്റ 1 ഈസ് സ്ലോപ്പ്. ബീറ്റ നോട്ട് ഇന്റർസെപ്റ്റും ബീറ്റ 1 സ്ലോപ്പുമാണ്. ഓക്കെ, റിഗ്രഷൻ ലൈനിൽ ബീറ്റ നോട്ട് ഇന്റർസെപ്റ്റും. അപ്പോൾ ഇവിടെ ബീറ്റ നോട്ട് എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. 10 ബീറ്റ നോട്ട് ഈക്വൽ ടു 10. ഈ ഫിഗറിൽ ബീറ്റ 1 എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. ഇത് ഏകദേശം ഒരു 0.5 ഉണ്ടാവും ഇതിൻ്റെ സ്ലോപ്പ്. 1 ആണെങ്കിൽ കറക്റ്റ് 45 ഡിഗ്രി ലൈനായിരിക്കും. ഇതിപ്പോൾ ഒരു 0.5 അല്ലെങ്കിൽ 0.8 ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു ലെവൽ.
this red difference is actually error, E terms. Okay, so we should know, to predict the further value, we should know the slope and intercept of this line. So this beta naught and beta 1 are exactly the intercept and slope of, and epsilon is a random component. മനസ്സിലായില്ലേ? അപ്പോൾ അത് അതിൻ്റെ സ്ലോപ്പും ഇൻ്റർസെപ്റ്റുമാണ്. ബീറ്റ 1 സ്ലോപ്പും ബീറ്റ നോട്ട് ഇൻ്റർസെപ്റ്റുമാണ്. ആൻഡ് മോർ ഓവർ വി കൺസിഡർ എക്സ്പെക്ടേഷൻ ഓഫ് എപ്സിലോൺ ഈക്വൽ ടു 0. എക്സ്പെക്ടേഷൻ ഓഫ് എപ്സിലോൺ 0 ആണെന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. അത് എറർ ടൈം, അത് ആ ഫിഗർ നോക്കിയാൽ അറിയാം എന്താണ് ഇതുണ്ട്. ഇതിൻ്റെ അപ്പുറേക്കും വരാം, എപ്സിലോണിൻ്റെ വാല്യൂ അപ്പുറേക്കും വരാം. സോ എക്സ്പെക്ടേഷൻ വുഡ് ബി 0. നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് എടുക്കാറ്. സാധാരണഗതിയിൽ എക്സ്പെക്ടേഷൻ ഓഫ് എപ്സിലോൺ 0 ആണ്. സോ വാട്ട് വിൽ ബി എക്സ്പെക്ടേഷൻ ഓഫ് y? ജസ്റ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 x പ്ലസ്, അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് y ഈക്വൽ ടു expectation of beta naught ബീറ്റ എന്താ തീറ്റ എടുക്കാം, തീറ്റ നോട്ട് നോട്ടിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. theta naught plus theta 1 പിന്നെ x ഉണ്ട് അവിടെ പ്ലസ് എപ്സിലോൺ E. സോ ദാറ്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ അത് തന്നെയാണ് അല്ലേ. അപ്പോൾ തീറ്റ നോട്ട് പ്ലസ് തീറ്റ 1 എക്സ്, പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എടുക്കാം ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലായിട്ട് എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ ഓഫ് ഇ ഓഫ് എക്സ്. സോ ദാറ്റ് ഈസ് ഗിവൺ ഹിയർ. Expectation of y given x, that means for a given value of x, expectation of y is equal to beta naught plus beta 1 x for given value. So അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം, സപ്പോസ് y ഇതൊരു നമുക്ക് കാര്യം ചെയ്ത് ഗിവൺ എന്ന് മനസ്സിലാണ്ട് ഇത് വേണം ക്യാപിറ്റൽ കൊടുക്കാം. ക്യാപിറ്റൽ y, ക്യാപിറ്റൽ x, റാൻഡം വേരിയബിൾ അല്ലേ, ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ എക്സ്. So what will be the, suppose x is given, that means x equal to small x, x equal to small x. അപ്പോൾ എന്തായിരിക്കും, ഇതൊരു സ്മോൾ എക്സ് വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈക്വൽ ടു ജസ്റ്റ് ഒരു വാല്യൂ കോൺസ്റ്റന്റ് തന്നാൽ പിന്നെ ആ വാല്യൂ എന്തായിരിക്കും, ആ വാല്യൂ തന്നെ അങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വാല്യൂ ഗിവൺ ആണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ഇങ്ങനെ കിട്ടുക. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ബട്ട് വി ഡോണ്ട് നോ ആക്ച്വലി ദ വാല്യൂ ഓഫ് ബീറ്റ നോട്ട് ആൻഡ് ബീറ്റ 1. ആൻഡ് വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് നമുക്കറിയാം. ഇനി വേരിയൻസ് എന്താണ്, ഇത് എക്സ്പെക്ടേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഇനി വേരിയൻസ് എടുക്കാം. അയ്യോ, what is variance of y given x?
വാട്ട് ഈസ് വേരിയൻസ്? ജസ്റ്റ് വേരിയൻസ് ഓഫ്. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇത് 0 ആയിരിക്കും. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് 0. പിന്നെ ഇത് വേരിയൻസ് ഓഫ് എക്സ് അല്ലേ? വേരിയൻസ് ഓഫ് എക്സ്. ഇനി എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ തന്നെന്ന് വിചാരിക്കുക. എക്സ് ഇത് വേരിയൻസ് ഓഫ് ഇ, വേരിയൻസ് ഓഫ് ഇ. ഇനി വേരിയൻസ് ഓഫ് ഇ എന്ന് പറയുന്നത് നമുക്കറിയാം സിഗ്മ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് ഇ എന്ന് പറയുന്നത് 0യും വേരിയൻസ് സിഗ്മ സ്ക്വയറുമാണ്. അങ്ങനെയാണ് എടുക്കാറ് സാധാരണ. മീൻ 0യും വേരിയൻസ് സിഗ്മ സ്ക്വയറും. അപ്പോൾ അതവിടെ ചേർക്കും. ഇനി ഇതൊരു ഒരു കോൺസ്റ്റന്റിന്റെ വേരിയൻസ് എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ടേമും കളയാം. ജസ്റ്റ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സിഗ്മ സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫിഗർ നോക്കിയാലേ അറിയാം, നമുക്ക് വേരിയബിലിറ്റി കാണാൻ പറ്റും അല്ലേ? വേരിയേഷൻ ഉണ്ട്. അപ്പോൾ എററിന് വേരിയേഷൻ ഉണ്ട്, അതേസമയം മീൻ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് വേരിയേഷൻ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ വേരിയൻസ് ഓഫ് y ഗിവൺ x ഈക്വൽ ടു എക്സ്. എക്സ് തന്നു കഴിയുമ്പോൾ അത് എക്സ് ഒരു കോൺസ്റ്റന്റ് മാത്രമാണ്, അതൊരു സിംഗിൾ വാല്യൂ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വേരിയൻസ് 0 ആണ്. വേരിയേഷൻ ഇല്ല, ഒരു സിംഗിൾ വാല്യൂ ആകുമ്പോൾ വേരിയേഷൻ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് mentioned here. So the parameters beta naught and beta n are usually called regression coefficients. Okay, regression coefficients. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ റിഗ്രഷനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ. നിങ്ങൾക്കത് മനസ്സിലായോ? ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഹലോ, അമൽ? അമൽ, yes sir. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes sir. മൃദുല, ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഞാനത് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതണം, ഇവിടം വരെ കേട്ടോ. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും. എനിക്ക് തോന്നുന്നേ ടീച്ചർ റിഗ്രഷനൊക്കെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എയിം എന്ന് പറയുന്നത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ അല്ല. നമ്മുടെ എയിം എന്താണ്? മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനാണ്. അപ്പോൾ പക്ഷേ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ അറിഞ്ഞാലേ നമുക്ക് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിമ്പിളിൻ്റെ കുറച്ച് അനാലിസിസിലേക്ക് വരാം, ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ അറിയാം ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പഠിക്കാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നിങ്ങളത് ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ തൽക്കാലം അത് പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഹയർ ലെവലിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ചാപ്റ്റർ 3 മൾട്ടിപ്പിൾ റിഗ്രഷൻ. അപ്പോൾ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? മൾട്ടിപ്പിൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്തായിരിക്കും ഹിബ? മൾട്ടിപ്പിൾ എന്നുള്ളതുകൊണ്ട് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്നുള്ളതുകൊണ്ട് എന്തായിരിക്കും അർത്ഥമാക്കുന്നത്?
അത് ഒന്നിൽ കൂടുതലായിട്ട് ആ വേരിയബിൾസ് വന്നിട്ട് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുന്ന ഏത് വേരിയബിൾസ് ഡിപ്പെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ? ഡിപ്പെൻഡന്റാ. നിങ്ങൾ ഇതിപ്പോ ഈ മോഡൽ കാണുന്നില്ലേ, ഇതിൽ 2 വന്ന ഏതൊക്കെയാ? ഏത് സാർ? ഇപ്പൊ ഈ ഇത് കാണുന്നില്ലേ, കമ്പ്യൂട്ടറിൽ കാണുന്നില്ലേ, ആ അതിൽ 2 വേരിയബിൾ വന്ന ഏതിലാണ് ഒന്നിൽ കൂടുതൽ വന്നത്? ആ ടെമ്പറേച്ചർ അതല്ലേ? ആ മോഡലിൽ നോക്കി പറഞ്ഞാൽ 3.1 ഇക്വേഷനിൽ 3.1 ഏതൊക്കെ വേരിയബിൾ കൂടുതൽ വന്നേ? എക്സ് ബീറ്റ 0, ബീറ്റ 1, ബീറ്റ 2. അതായത് ടെമ്പറേച്ചർ x1 ടെമ്പറേച്ചർ, പിന്നെ മറ്റൊന്ന് കാറ്റലിസ്റ്റ് കോൺസെൻട്രേഷൻ. അപ്പൊ 2 വേരിയബിൾ ആണ്, ഒന്ന് ടെമ്പറേച്ചറും രണ്ടാമത് കാറ്റലിസ്റ്റ് കോൺസെൻട്രേഷൻ. അപ്പോൾ 2 അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരുമ്പോഴാണ് നമ്മൾ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ലീനിയർ ബിക്കോസ് എന്താണ്, ഇതിന്റെയൊക്കെ പവർ 1 ആണ്. കണ്ടില്ലേ, x1 അല്ലേ ഉള്ളൂ, x1 സ്ക്വയർ എന്ന് പറയുന്നില്ലല്ലോ. ആൻഡ് മോറോവർ x2 is also having power 1. Okay, so that is why we are calling it as multiple linear regression. Okay sir. So in this case we also have to do the similar analysis as we have seen for the simple linear regression analysis. അപ്പോൾ ഞാനിതൊന്ന് എഴുതാം. ഓക്കെ, സോ ഇത് സിമ്പിൾ ആണല്ലേ. Now it is multiple linear regression. So take all these formulas because നമുക്ക് ഇത് വെച്ച് തന്നെ എഡിറ്റ് ചെയ്യാം. Expectation of y equal to theta 1 x1 plus theta 2 പ്ലസ് ഇങ്ങനെ കാണാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എക്സ്പെക്റ്റേഷനിലേക്ക് എടുക്കാം. എപ്സിലോണിന് ഇത് തന്നെ പ്രോപ്പർട്ടികൾ, മീൻ 0യും വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ ഇവിടേക്ക് എക്സ്പെക്റ്റേഷൻ എടുക്കാം, ഇവിടേക്ക് എക്സ്പെക്റ്റേഷൻ എടുക്കാം. ഇത് ക്യാപിറ്റൽ ആയിക്കോട്ടെ, റാൻഡം വേരിയബിൾ അല്ലേ. ഇവിടെ എക്സ്പെക്റ്റേഷൻ എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 0 ആണ് എടുക്കുക നമ്മൾ സാധാരണ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഫിഗർ ഞാനൊന്ന് കാണിച്ചു തരാം.
ഇതുണ്ട്, ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ്റെ ഒക്കെ ഫിഗർ വരിക. അപ്പോൾ ആ ഒരു നെറ്റിൽ നിന്ന് മുകളിലും താഴേക്കായിട്ട് ഇങ്ങനെ ഡാറ്റ കിടക്കും. അപ്പോൾ ഇവിടെ ഇത് നോക്കിയാൽ ഇവിടെ നമുക്ക് എറർ കാണാൻ പറ്റുമല്ലോ, മുകളിലേക്കും താഴേക്കും കുറച്ച് എറർ കാണാൻ പറ്റും. β0 കാണാം, β1 കാണാം, y കാണാം, എറർ കാണാം. സോ that is the pictorial representation of multiple linear regression. ഇനി suppose that you are given the values of x1 and x2. x1 ഉം x2 തന്നു എന്ന് വിചാരിക്കുക. x1ൻ്റെ x2ൻ്റെ വാല്യൂ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതല്ലേ, ഇതാണ് ബുക്കിൽ നേരത്തെ നമ്മൾ കണ്ട ടൈപ്പ് അതിൻ്റെ ഇത്. ഇനി x1 x2 തന്നു എന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ബി ദ given expression of y given x1 equal to small x1 comma x2 equal to small x2. അപ്പോൾ ഇതെന്താവും? ജസ്റ്റ് എക്സ്പെക്ടേഷൻ x1 എഴുതേണ്ട പകരം x1 എഴുതാം. ഇവിടെ എക്സ്പെക്ടേഷൻ x1 എന്ന് പറയുന്നതിന് പകരം x2 എന്ന് എഴുതിയത്. θ0 പ്ലസ് θ1 x1 പ്ലസ് θ2 x2. അതായത് എക്സ്പെക്ടേഷൻ x1 x2 തന്നു കഴിയുക. അതാണ് ഇവിടെ തൊട്ട് മുകളിൽ നമ്മൾ കണ്ടു. ഇതാണല്ലേ എക്സ്പെക്ടേഷൻ y ഈക്വൽ ടു 50 ഇൻറ്റു അതൊരു വാല്യൂ കൊടുത്താണ്. β0 β1 β2 വാല്യൂ കൊടുത്തു. അപ്പോൾ 50 പ്ലസ് 10 x1 പ്ലസ് 5 7 x2. അപ്പോൾ x1 x2 തന്നാൽ നമുക്കിങ്ങനെ കിട്ടും. ഈ പർട്ടിക്കുലർ മോഡലിൻ്റെ അതായത് 50 പ്ലസ് 10 x1 പ്ലസ് 7 x2ൻ്റെ ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ രണ്ടല്ല, രണ്ടിൽ കൂടുതലും വരാം. ഇപ്പോൾ ഒരു k നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടെന്നായിരിക്കാം. ഇപ്പോൾ ഒരു yield, ഒരു വിളവ്, ഇറ്റ് മേ ഡിപ്പെൻഡ് അപ്പോൺ എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ഇറ്റ് മേ ഡിപ്പെൻഡ് അപ്പോൺ എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസർ യൂസ്ഡ്, it may depend upon soil fertility, etc. So there may be k number of independent variables that affecting the yield. Okay, so in that case we can write the multiple linear regression model like this: y0 equal to β0 plus β1 x1 plus β2 x2 plus etc. beta k xk. Okay, so there are k number of regressors, and we also have k plus 1 number of constants: β0, β1, β2 etc. beta k. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വരച്ച് കാണാൻ പറ്റില്ല, കാരണം ഡയമെൻഷൻ കൂടി 3 ഡയമെൻഷൻ വരെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ കൂടുതലുള്ള നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളത് ഒരു തിയററ്റിക്കലായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാമെന്ന് മാത്രം. വരയ്ക്കാൻ പറ്റില്ല, 3 എണ്ണം വരെയുള്ള വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് നോട്ടിൽ എഴുതുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽസ് എഴുതുക. ഇനി ഇത് നോക്കുക, ഈ ഒരു റിഗ്രഷൻ്റെ പ്രത്യേകത എന്താണ്? തൊട്ട് മുകളിലുള്ളതിൽ എക്സിൻ്റെ എല്ലാ പവറും 1 ആണ്. x1ൻ്റെ പവർ 1, x2ൻ്റെ പവർ 1 എക്സെട്ര xkയുടെ പവർ 1. അതുകൊണ്ട് മൾട്ടിപ്പിൾ ലീനിയർ എന്നുള്ള വേർഡ് അവിടെ ഉപയോഗിക്കും, ലീനിയർ. പക്ഷേ ഇപ്പോൾ എക്സിന് പകരം എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ക്യൂബ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ലീനിയർ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം പോളിനോമിയൽ മോഡൽ എന്ന് പറയും, പോളിനോമിയൽ റിഗ്രഷൻ. ഓക്കെ, സോ ഇഫ് ദ പവർ ഓഫ് റിഗ്രസർ വേരിയബിൾസ് ആർ മോർ ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, then we call such a regression as
ക്യൂബിക് പോളിനോമിയൽ മോഡൽ, പോളിനോമിയൽ റിഗ്രഷൻ. ഓക്കെ, സോ നിങ്ങളത് പക്ഷേ പോളിനോമിയൽ മോഡൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അത് 2 വേരിയബിൾ കേസ് മാത്രം പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 വേരിയബിൾ കേസ്, നമ്മൾ 3 വേരിയബിൾ കേസും പഠിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഈ മൾട്ടിപ്പിൾ റിഗ്രഷൻ്റെ ഭാഗം എടുത്തിട്ട് എവിടം വരെ എഴുതണം? ഇത് വേണ്ട, ഇതിൻ്റെ ഇവിടം വരെ എഴുതാം. മനസ്സിലായില്ലേ? പേജ് നമ്പർ 136 ഈ ഒരു ഭാഗം വരെ. അപ്പം ഞാൻ മാർക്ക് ചെയ്ത് കണ്ടല്ലോ, കാണുന്നുണ്ടോ? ഞാനിവിടെ കർസർ നീക്കുന്നത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഹലോ, ആൻഡ്രിയ സി ജെ, ആൻഡ്രിയ സി ജെ കാണുന്നുണ്ടോ? ആൽവിൻ തെരേസ്? അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. അത് നിങ്ങൾ ഉറങ്ങിപ്പോയി എന്നുള്ള ധാരണയിലായിരിക്കണേ. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പറയണം കേട്ടോ. ഇവിടെ വരെ കാണുന്നില്ലേ? റിഗ്രഷൻ ക്വസ്റ്റ്യൻ ഒരു ബോർഡിൽ കാണുന്നില്ലേ? അവിടെ വരെ ഈ മൾട്ടിപ്പിളിൻ്റെ കേസ് നിങ്ങൾ ഈ ടെക്സ്റ്റിൽ നിന്ന് എടുത്തെഴുതണം കേട്ടോ. അത് മൾട്ടിപ്പിളിൻ്റെ എക്സാമ്പിളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന് പറയുന്ന പേര്, കോണ്ടൂർ, പ്ലോട്ട്, വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് വിശദീകരണം. അത് നോട്ട് രൂപത്തിലൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് അത് എഴുതാനുണ്ടാവും അല്ലേ? അപ്പം മനസ്സിലായോ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്താണെന്ന്? മനസ്സിലായോ? മനസ്സിലായോ? യെസ് ഓർ നോ പറ. പേര് വിളിക്കണോ? ദിയ, ദിയ മനസ്സിലായോ? മനസ്സിലായി? അശ്വതി, അശ്വതി ലക്ഷ്മി, അശ്വതി ലക്ഷ്മി, റോസ് വിജു. അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. പേരൊന്ന് പറയോ? റിഗ്രഷന്റെ ഒരു ബുക്കില്ലേ, മോണ്ട് ഗോമറി എന്ന് പറഞ്ഞിട്ട്. ഞാനില്ല, ഇപ്പൊ ഒന്നും കൂടി ഇടാം. അപ്പൊ നിങ്ങൾക്ക് അത് അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നും കൂടി ഇടാം. ഇനി നിങ്ങൾക്കത് ഏതാണെന്ന് സംശയം ഉണ്ടെങ്കിൽ അതിൽ സിമ്പിൾ റിഗ്രഷന്റെ ആദ്യത്തെ ഭാഗവും മൾട്ടിപ്പിൾ റിഗ്രഷന്റെ ആദ്യത്തെ ഭാഗവും കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പേജൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഞാൻ ഇപ്പൊ ബുക്ക് ഒന്നും കൂടി ഇടാം. അത് മാത്രം മതി അല്ലേ? ഓക്കെ. അല്ല, അപ്പൊ വേറെ എന്തെങ്കിലും സംശയം വന്ന് അപ്പുറത്തേക്ക് നോക്കണമെങ്കിലോ? ഞാനത് രണ്ടും തരാം, ബുക്കും തരാം, കട്ട് ചെയ്തും തരാം കേട്ടോ. അപ്പൊ കുഴപ്പമില്ലല്ലോ. കാരണം ഞാൻ വേറെ നോട്ട്, ഇത് തന്നെയാണ് നോട്ട്, കറക്റ്റ് വൃത്തിയായിട്ട് അവർ എഴുതിയിട്ടുണ്ട് ആ ബുക്കിൽ, സാധാരണ ഡിഗ്രിക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഇനി ഒരു കാര്യം, കോഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് 5 അവർ ക്ലാസ് ഉണ്ടായിരുന്നോ? 5 അവർ ക്ലാസ്? 4 അവർ ക്ലാസ്സും 1 അവർ വർക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ. അറ്റൻഡൻസ് അത് ഇന്ന് തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അതാത് ദിവസങ്ങളിൽ അതാത് തന്നെ സബ്മിറ്റ് ചെയ്യണം. എന്നാലേ അത് എന്താവുള്ളൂ, നമുക്കത്